ശ്രീ വി ശിവദാസൻ, ഇന്ന് പാർലമെന്റിൽ വളരെ കൃത്യമായി തന്നെ രാജ്യത്തിൻ്റെ പ്രതിഷേധം അറിയിക്കാൻ ഇടതുപക്ഷ എംപിമാർക്ക് കഴിഞ്ഞു. ക്രൈസ്തവ വേട്ട തുടരുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഒത്താശയോടുകൂടി ബജ്റംഗ് ദൾ അടക്കമുള്ള സംഘടനകൾ ഛത്തീസ്ഗഡിൽ നടത്തിയത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരമനുസരിച്ച് ഈ കന്യാസ്ത്രീമാരെ ആ കള്ളക്കേസ് എത്രയും ശക്തമാക്കാമോ ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ജാമ്യം കിട്ടാത്ത വകുപ്പ് ചുമത്തി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്ങനെയാണ് ഈ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിപക്ഷം, പ്രത്യേകിച്ച് ഇടതുപക്ഷം, തീരുമാനിച്ചിരിക്കുന്നത്? രാഷ്ട്രീയ എതിരാളികളെയും ന്യൂനപക്ഷങ്ങളെയും അതിഭീകരമായ നിലയിൽ വേട്ടയാടുകയാണ് മോദി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. RSSന്റെയും BJPയുടെയും രാഷ്ട്രീയമാണ് ഇവർ നടപ്പിലാക്കുന്നത്. ഇത് ജനാധിപത്യവാദികളായിട്ടുള്ള സകല മനുഷ്യരും ഒറ്റക്കെട്ടായി ചെറുത്തു നിൽക്കേണ്ടുന്ന കാര്യമാണ്. ഇത് രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ തന്നെ തകർക്കുന്ന നിലയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ കാണേണ്ടത് ഛത്തീസ്ഗഡിലെ വിഷയത്തിൽ മാത്രമല്ല, ഇതിനു മുമ്പും ഇവരെടുത്തിട്ടുള്ള സമീപനം എന്താണ്? ഒറീസയിൽ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടി, ഉത്തർപ്രദേശിൽ അതിഭീകരമായ ന്യൂനപക്ഷ വേട്ട, ജാർഖണ്ഡിൽ സമാനമായ ചിത്രം, പശുവിന്റെ പേര് പറഞ്ഞ്, പശുക്കടത്തിന്റെ പേര് പറഞ്ഞ്, മത്സ്യവില്പനയുടെ പേര് പറഞ്ഞ്, ഇറച്ചി വിൽപ്പനയുടെ പേര് പറഞ്ഞ് പല നിലയിൽ മനുഷ്യരെ അരുങ്കൊല ചെയ്യുന്ന കാഴ്ച ഉൾപ്പെടെ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വേട്ടയാടപ്പെടുന്ന മനുഷ്യർ, വീതി നിഷേധിക്കപ്പെടുന്ന മനുഷ്യർ അനവധി നമ്മുടെ മുമ്പിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ ഘട്ടത്തിൽ രാജ്യത്തെ ജനാധിപത്യവാദികൾ, മതനിരപേക്ഷവാദികൾ, ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നാഗ്രഹിക്കുന്നവർ എല്ലാവരും ഒന്നുചേർന്ന് കൈകോർത്ത് പിടിച്ചുകൊണ്ട് പൊരുതുക തന്നെ വേണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ശരി, വളരെ നന്ദി ശ്രീ വി ശിവദാസൻ ഈ സാഹചര്യത്തിൽ പ്രതികരിച്ചതിന്.